നിങ്ങൾ വെള്ളം പോലെയാവുക. വെള്ളത്തിന് അതിൻ്റെതായ രൂപമില്ല. പാത്രത്തിലൊഴിച്ചാൽ അത് പാത്രത്തിന്റെ രൂപമാകും. കപ്പിലൊഴിച്ചാൽ കപ്പിന്റെ രൂപമാകും. വെള്ളത്തിന് ഒഴുകാനും കഴിയും, പാറകളെ തകർത്തെറിയാനും കഴിയും. ബി വാട്ടർ മൈ ഫ്രണ്ട്. ഈ വാക്കുകൾ ഒരു മനുഷ്യൻ പറഞ്ഞതല്ല, ഒരു കൊടുങ്കാറ്റ് പറഞ്ഞതാണ്. കരാട്ടെയും കുങ്ഫുവിനെയും ആയോധന കലകളുടെ അതിരുകൾക്കപ്പുറത്തേക്ക് വളർത്തി ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ തിരുത്തി കുറിച്ച അജയ്യനായ ഒരു യോദ്ധാവ് ബ്രൂസ് ലീ. വെറും 32 വർഷം മാത്രം നീണ്ടുനിന്ന ആ ജീവിതം ലോകത്തെ പഠിപ്പിച്ചതെന്താണ്? ഡ്രാഗണിന്റെ ആ ജനനവും വളർച്ചയും വിടവാങ്ങലും നമ്മെ എങ്ങനെയൊക്കെയാണ് വിസ്മയിപ്പിക്കുന്നത്. 1940 നവംബർ 27 സാൻ ഫ്രാൻസിസ്കോയിലെ ചൈന ടൗണിൽ ഒരു ചൈനീസ് ഓപ്പറ നടന്റെ മകനായി ലീ ജൂൻഫാൻ ജന്മമെടുത്തു. ചൈനീസ് വർഷഗണന അനുസരിച്ച് ഡ്രാഗണിന്റെ വർഷത്തിൽ, ഡ്രാഗണിന്റെ മണിക്കൂറിൽ ജനിച്ച ആ കുട്ടിക്ക് ആശുപത്രിയിലെ നഴ്സാണ് ബ്രൂസ് എന്ന് പേരിട്ടത്. ഹോങ്കോങ്ങിലായിരുന്നു അവന്റെ ബാല്യം. ഒട്ടും ശാന്തനായിരുന്നില്ല അവൻ. തെരുവ് പോരാട്ടങ്ങളും അടിപിടികളുമായിരുന്നു ലീയുടെ പ്രധാനം. അവിടെ നിന്നാണ് തനിക്ക് ആയോധനകല പഠിക്കണമെന്ന ആഗ്രഹം അവനിൽ ശക്തമാകുന്നത്. തെരുവിൽ ഒരു ഗ്യാങ് ഫൈറ്റിൽ പരാജയപ്പെട്ടതിനു ശേഷമാണ് തന്റെ 13-ാമത്തെ വയസ്സിൽ ബ്രൂസ് ലീ വിങ് ചൂൻ എന്ന ചൈനീസ് ആയോധനകല പഠിക്കാൻ പ്രശസ്തനായ മാസ്റ്റർ യിപ്പ് മാന്റെ അടുത്തെത്തുന്നത്. എന്നാൽ അതൊരു സാധാരണ പഠനമായിരുന്നില്ല. വെറുമൊരു കായിക വിനോദത്തിനപ്പുറം ആയോധനകല ഒരു തത്വചിന്തയാണെന്ന് ലീ മനസ്സിലാക്കി. എന്നാൽ വികൃതിയായ ഈ ചെറുപ്പക്കാരൻ തെരുവു പോരാട്ടങ്ങൾ തുടർന്നപ്പോൾ മകന്റെ ജീവനിൽ ഭയം തോന്നിയ മാതാപിതാക്കൾ അവന്റെ 18-ാമത്തെ വയസ്സിൽ അവനെ കേവലം $100 അമേരിക്കയിലേക്ക് അയച്ചു. അമേരിക്കയിൽ ജീവിക്കാൻ അവൻ റെസ്റ്റോറന്റുകളിൽ പാത്രം കഴുകി, ആളുകളെ ഡാൻസ് പഠിപ്പിച്ചു. അതോടൊപ്പം വാഷിംഗ്ടൺ സർവകലാശാലയിൽ ഫിലോസഫി പഠിച്ചു. ചൈനീസ് പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് രാജ്യങ്ങളെ ആളുകൾക്കും അവൻ കുങ്ഫു പരിശീലനം നൽകുവാൻ തുടങ്ങി. ഇത് പരമ്പരാഗത ചൈനീസ് അധ്യാപകരെ ചൊടിപ്പിച്ചു. അവർ അവനെ വെല്ലുവിളിച്ചു. എന്നാൽ ആ വെല്ലുവിളികളെ തകർത്തെറിഞ്ഞുകൊണ്ട് ലീ സ്വന്തമായി ഒരു പുതിയ ശൈലി രൂപീകരിച്ചു. ജീറ്റ് കുനെ ദോ. അതിരുകളില്ലാത്ത, അനാവശ്യമായ ചട്ടക്കൂടുകളില്ലാത്ത, ലളിതവും എന്നാൽ മാരകവുമായ ഒരു വ്യത്യസ്തമായ ശൈലി. അമേരിക്കയിൽ വംശീയമായ വിവേചനങ്ങൾ അതിരൂക്ഷമായിരുന്ന കാലത്ത് ഏഷ്യക്കാരനായ ഒരു നടന് പ്രധാന വേഷങ്ങൾ ലഭിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ ലീ തളർന്നില്ല. ദി ഗ്രീൻ ഹോർണറ്റ് എന്ന TV പരമ്പരയിലെ കാറ്റോ എന്ന കഥാപാത്രത്തിലൂടെ അവൻ ജനശ്രദ്ധ നേടി. അവന്റെ കഴിവുകൾ മനുഷ്യസാധ്യമായതിലും അപ്പുറമായിരുന്നു. വെറും 3 മില്ലി സെക്കൻഡ് കൊണ്ട് അവൻ തൊടുക്കുന്ന പഞ്ച്, ആളുകൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ, കൈവെള്ളയിലെ നാണയം മാറ്റി പകരം വയ്ക്കാനുള്ള വേഗത, ഒരു കൈയിലെ 2 വിരലുകൾ മാത്രം ഉപയോഗിച്ച് പുഷപ്പുകൾ, അങ്ങനെ അവന്റെ ആയോധന രംഗങ്ങൾ ക്യാമറയിൽ പകർത്താൻ സാധാരണ സ്പീഡ് പോരായിരുന്നു. ഫിലിം സ്ലോ മോഷനിൽ പ്ലേ ചെയ്യേണ്ടി വന്നു. ഹോളിവുഡ് അവനെ അവഗണിച്ചപ്പോൾ ലീ ഹോങ്കോങ്ങിലേക്ക് തിരിച്ചുപോയി. അവിടെ അവൻ നിർമ്മിച്ച ദി ബിഗ് ബോസ്, ഫിസ്റ്റ് ഓഫ് ഫ്യൂറി, വേ ഓഫ് ദി ഡ്രാഗൺ എന്നീ ചിത്രങ്ങൾ ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ സകല കളക്ഷൻ റെക്കോർഡുകളും തകർത്തെറിഞ്ഞു. തുടർന്ന് ഹോളിവുഡ് അവനെ തേടിയെത്തി. 1973 പുറത്തിറങ്ങിയ എൻ്റർ ദി ഡ്രാഗൺ ലോകമെമ്പാടും വമ്പൻ തരംഗമായി മാറി. വെറും ഒരു ആയോധനകലാ നായകനിൽ നിന്ന് ലോകമെമ്പാടുമുള്ള യുവാക്കളുടെ ആവേശമായി ബ്രൂസ് ലീ മാറിയ ഒരു നിമിഷം. ലോകം മുഴുവൻ ഡ്രാഗണിന്റെ ഗർജനം കേട്ട് ഭയപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ വിധിയുടെ കറുത്ത കൈകൾ ആ ജീവിതത്തിനു മേൽ പതിഞ്ഞു. 1973 ജൂലൈ 20 എൻ്റർ ദി ഡ്രാഗൺ റിലീസ് ചെയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തന്റെ വെറും 32-ാം വയസ്സിൽ ബ്രൂസ് ലീ പെട്ടെന്ന് അന്തരിച്ചു. തലവേദനയ്ക്ക് കഴിച്ച മരുന്നിന്റെ പ്രതിപ്രവർത്തനം മൂലമുണ്ടായ സെറിബ്രൽ എഡിമ, തലച്ചോറിലെ വീക്കമാണ് മരണകാരണമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മരണം ഇന്നും ഒരു ദുരൂഹതയായി അവശേഷിക്കുന്നു. ബ്രൂസ് ലീ മരിച്ചുവെന്ന് ലോകം ഇന്നും വിശ്വസിക്കുന്നില്ല. കാരണം തോൽവി അംഗീകരിക്കാത്ത ആത്മാക്കൾക്ക് മരണമില്ലല്ലോ. 32 വർഷത്തെ ആ ചെറിയ ജീവിതം കൊണ്ട് ബ്രൂസ് ലീ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത്. കാരണം സമയം കൊണ്ടാണ് ജീവിതം നിർമ്മിച്ചിരിക്കുന്നത്. ശരീരം കൊണ്ട് ബ്രൂസ് ലീ ഭൂമി വിട്ടുപോയിരിക്കാം, എന്നാൽ അദ്ദേഹം തെളിച്ച പാത ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാണ്. പ്രതിബന്ധങ്ങൾക്ക് മുന്നിൽ തളരാതെ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നതാണ് ബ്രൂസ് ലീയുടെ ഒരു തത്വചിന്ത.